വ്യോമസേനയുടെ ഒരു ചരക്ക് വിമാനം തകർന്നു വീണു. AN-32 വിഭാഗത്തിലുള്ളതാണ്. ഈ ചരക്ക് വിമാനം തകർന്നു വീണതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇതെന്തുകൊണ്ടാണ് തകർന്നു വീണത്? 5 പേരെയാണ് നമുക്ക് നഷ്ടമായത്, നിസ്സാരമല്ല. അതോ എന്തെങ്കിലും യന്ത്ര തകരാറാണോ? ഇത് എന്തുകൊണ്ടിങ്ങനെ തകർന്നു വീണു എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ദുരൂഹതയാണ് പലരും ചോദിക്കുന്ന ഒരു പ്രധാന സംശയം. അതോ ഇനി മിഗ് വിമാനങ്ങൾക്ക് പോലെ കാലപ്പഴക്കം കൊണ്ട്, ഇല്ലെങ്കിൽ ഈ പറയുന്ന മെഷീനുകളുടെ തകരാറ് കൊണ്ട് ഒക്കെയാണോ? ഇത് ശരിക്കും പിന്നിൽ എന്തായിരിക്കാം സർക്കാരിന്? ഇത് വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആസാമിലെ ജോർഹട്ടിലുള്ള എയർഫോഴ്സ് ബേസ് ഉണ്ട്. അവിടെയാണ്, അതിന് തൊട്ടടുത്താണ് എയർഫോഴ്സ്, ആ ബേസിന് തൊട്ടടുത്താണ് വിമാനം തകർന്നു വീണ് ഇന്നലെ 5 പേര് മരണപ്പെട്ടത്. വളരെ സങ്കടകരമായൊരു വാർത്ത. 2 യുവ വൈമാനികരും അതുപോലെ 3 മറ്റ് എയർഫോഴ്സിലെ മറ്റ് 3 ജൂനിയർ ഓഫീസർമാരുമാണ് മരിച്ചത്. AN-32 എന്ന് പറയുന്ന വിമാനം, ആൻറ്റോണോ 32 എന്നാണ് അതിൻ്റെ പേരാണ്. അതാണ് ചുരുക്കപ്പേര് AN-32. ഇതൊരു മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രൂപ്പിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സൈനികരെ, അതല്ലെങ്കിൽ മറ്റേ ലോജിസ്റ്റിക് ഇതുണ്ടാവും, മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലേക്ക് മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുപോകുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വിമാനമാണ് ഈ AN-32. ഇന്ത്യൻ എയർഫോഴ്സിന് ഏതാണ്ട് 105 വിമാനമൊക്കെ ഉണ്ട്. ഇതുവരെ ആയിക്കൂടി ലോകത്ത് 873 AN-32 ആൻറ്റോണോ വിമാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പല വേരിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട്. ഇപ്പോൾ ഇല്ല, പ്രൊഡക്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ പഴയ സോവിയറ്റ് യൂണിയനാണ് ഈ വിമാനം നിർമ്മിച്ചിരുന്നത് 1976. 1977 പാരീസ് എയർ ഷോയിലാണ് ഈ വിമാനം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് അവരുടെ ട്രാൻസ്പോർട്ട് വിമാനം ആയിട്ട് ഇതിന് മേടിച്ചിട്ട് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യത്തെ തവണയല്ല AN-32 വിമാനം തകരണത്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് 5-6 തവണ AN-32 വിമാനം തകർന്നു വീണിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ഓർക്കുന്നത് 2016 ചെന്നൈയിലെ താമ്പരം എയർബേസിൽ നിന്നും ആൻഡമാനിലേക്ക് പോയ AN-32 വിമാനം തകർന്നു വീണു. അവിടെ നിന്ന് താമ്പരത്ത് നിന്ന് പറന്ന് പൊങ്ങി, അത് കഴിഞ്ഞ് ഒരു 1 മണിക്കൂറോ ഒറ്റ പറന്നു കഴിഞ്ഞപ്പോൾ റേഡിയോ ബന്ധം നഷ്ടപ്പെട്ടു അവരുമായിട്ട്. അത് കഴിഞ്ഞ് ആ വിമാനം ഇതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടായില്ല. അവസാനം അവർ സമ്മതിച്ചു വിമാനം തകർന്നു വീണത് തന്നെയാണ് സമ്മതിച്ചു. അവസാനം അതിൻ്റെ റിമൈൻസ് കിട്ടണത് 2024 8 വർഷം കഴിഞ്ഞിട്ട്. അന്ന് ആ വിമാനത്തിൽ ഏതാണ്ട് 29 പേരോ 15 പേര് 29 പേരായിട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു മുഴുവൻ. അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ 1990 പൊന്മുടിയിൽ ഒരു AN-32 വിമാനം തകർന്നു വീണിട്ടുണ്ട്. എന്നാൽ എത്ര പേര് മരിച്ചെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കണില്ല. 4-5 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പോൾ ഈ വിമാനങ്ങൾ കൂടുതലും ഇപ്പോൾ ഉപയോഗത്തിലുള്ളത് ശ്രീലങ്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അംഗോളയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ചെറിയ ഈ മൂന്നാം രാജ്യങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഈ 1980 മറ്റാണ് ഇന്ത്യക്ക് ഈ വിമാനം കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സർവീസ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞെങ്കിലും ഈ വിമാനങ്ങൾ മുഴുവനും ഓവർഹോൾ ചെയ്ത് പുതിയതായിട്ട് മോഡേണൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാലത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഉക്രൈനിലാണ്. ഈ ഫാക്ടറി ആൻറ്റോണോ വിമാനം ഉണ്ടാക്കുന്നത് ഉക്രൈനിലാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു ഉക്രൈനിൽ. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമാണ്. ഈ വിമാന നിർമ്മാണശാല ഉക്രൈനിലാണ്. അപ്പോൾ നമ്മുടെ വിമാനമൊക്കെ നമ്മൾ ഉക്രൈനിലേക്ക് അയച്ചു കൊടുക്കും അപ്ഡേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ വലിയ കുഴപ്പമൊന്നും അല്ലാണ്ട് പോകുന്നുണ്ടായിരുന്നു. വിൽക്കുന്നുണ്ട് റൂൾ ഔട്ട് ഒന്നും. ഇതിപ്പോൾ ഇന്നലെ അവരൊരു കോർട്ട് ഓഫ് എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് വരാതെ നമുക്കിതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇത് അടുപ്പിച്ചടുപ്പിച്ച് വിമാനാപകടങ്ങൾ നടക്കുന്നത് കാരണം ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നില്ലേ അഹമ്മദാബാദിൽ? ഇപ്പോൾ ഇന്നലെ മിനിയാന്നിട്ട് 1 വർഷം പൂർത്തിയായി. ആ വിമാനത്തിൻ്റെ അപകട കാരണം എന്താണെന്ന് ഇതുവരെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് എൻക്വയറി കഴിഞ്ഞിട്ടൊക്കെ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിക്കുമെന്ന് എനിക്കറിയില്ല.
ഇതിനു മുമ്പ് മറ്റേ ആൻഡമാനിലേക്ക് പോയ വിമാനം തകർന്നു വീണപ്പോഴൊക്കെ അതിൻ്റെ അപകടം എന്തായിരുന്നു? സാങ്കേതിക തകരാറായിരുന്നു, അതല്ലെങ്കിൽ മറ്റേ ശത്രു രാജ്യങ്ങളാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണെന്നുള്ള ഇടയ്ക്ക് ഒരു വാർത്ത വന്നു. ചൈനീസ് മിസൈൽ വന്ന് ഇടിച്ചിട്ടാണ് ആൻഡമാനിലേക്ക് പോയ വിമാനം തകർന്നു വീണതെന്നൊക്കെയുള്ള വാർത്തയുണ്ടായിരുന്നു. അത് കൺഫേം ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഏതായാലും $15 മില്യൺ വിലയുള്ളൊരു വിമാനം കത്തിപ്പോയി. പക്ഷെ അതിനേക്കാളും വിലയുള്ള 2 വൈമാനികരാണ് പോയത്. ഈ വൈമാനികർ മിലിറ്ററി ട്രാൻസ്പോർട്ട് ഫൈറ്റർ വിമാനങ്ങളുണ്ടല്ലോ, ഫൈറ്റർ ജെറ്റുകളും, അതും പിന്നെ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഓടിക്കുന്ന പൈലറ്റുമാർ വളരെ അതിസമർത്ഥരായിരിക്കണം. അവർക്ക് മാത്രമേ ഈ വിമാനത്തിൻ്റെ പ്രത്യേകത, AN-32 വിമാനത്തിൻ്റെ പ്രത്യേകത ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും എന്താ പറയുന്നത് അതിജീവിക്കാനുള്ള കഴിവുള്ള വിമാനമാണിത്. ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലുള്ള എയർപോർട്ടിലൊക്കെ പോയി ഇറങ്ങാൻ സാധിക്കും. ഉദാഹരണത്തിന് അരുണാചൽ പ്രദേശിലെ പല വിമാനങ്ങളും തകർന്നു വേണ്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉൾപ്പെടെ AN-32 തന്നെ തകർന്നു വേണ്ടിയിട്ടുണ്ട് അവിടെയും. പിന്നെ കശ്മീരിലുള്ള മലനിരകളുടെ മുകളിലുള്ള ഒരു ലേയിലോ മറ്റേ ലോകത്തിലെ ഏറ്റവും ഉയർന്ന എയർപോർട്ടുണ്ട്, ഉയർന്ന ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള എയർപോർട്ടുണ്ട്. അവിടെയൊക്കെ ഈ വിമാനം പോയിട്ട് ഇറക്കണതാണ്. അപ്പം പ്രതികൂല സാഹചര്യങ്ങളിൽ എന്താ പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വിമാനമാണ്. മാനുവറബിലിറ്റി ഉണ്ട്. ഇത് അവർക്ക് പൈലറ്റിന് വളരെ ആയാസരഹിതമായിട്ട് കൊണ്ടുപോയി ഇറക്കാനും ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ ഈ വിമാനത്തിന് ഇത്ര അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ അപകടം വന്നത് എന്നുകൂടി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ പർട്ടിക്കുലർ വിമാനത്തിൻ്റെ പഴക്കം എത്രയാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. AN-32 ആണെന്നറിയാം. 1980 ശേഷം മേടിച്ച വിമാനമാണ്. ഒരു വിമാനം പോയി. ഇപ്പോൾ 123 വിമാനമാണ് ഇന്ത്യ മേടിച്ചത് പണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട്. അതിപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ആയിക്കൂടിയുള്ള 105 വിമാനമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറേ എണ്ണം എന്താ പറയുക ഔട്ട്ഡേറ്റഡ് ആയിട്ട് പറക്കാൻ പറ്റാണ്ട് എന്താ പറയുക സ്ക്രാപ്പായിട്ട് തള്ളിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ താമ്പരത്തല്ല ആർക്കോണത്ത് പോവുകയാണെങ്കിൽ കാണാൻ പറ്റും സോവിയറ്റ് നിർമ്മിത ഇല്യൂഷൻ വിമാനങ്ങളുണ്ട്, വലിയ ജെറ്റ്. കാണാനും നല്ല രസമാണ്. സാധാരണ വിമാനങ്ങളിൽ ചിറക് സ്ട്രെയിറ്റ് ഇതല്ലേ ഇരിക്കണം. ഇതിൻ്റെ വിമാനം ചിറക് കുറച്ച് താണായിരിക്കണം. ഒരു റോയൽ ലുക്ക് ഉണ്ട്, ഒരു ഫാറ്റ് ബോയ് ലുക്കിൽ. അതെ അതെ. ഞാൻ എന്താ ചെയ്തത്, അവർ എൻ്റെ അടുത്ത് 1-2 പൈലറ്റുമാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരുണ്ട് ഒറ്റ കുഴപ്പമുള്ളൂ, ഈ ഗസ്ലേഴ്സ് ഇങ്ങനെ ഫ്യൂവൽ വലിച്ചു കുടിക്കുന്നതാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ അതിന് പകരം അവരുപയോഗിക്കണ ആർക്കോണത്തെ സ്കൈലാർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്ന് തോന്നുന്നു, എയർബേസിൻ്റെ പേര് രജാലി, INS രജാലി എന്നാണ് പേര്, നേവൽ എയർ സ്റ്റേഷനാണ്. അവരുപയോഗിക്കുന്നത് ഇപ്പോൾ പോസ്ഡോൺ എന്ന് പറഞ്ഞ ഒരു വിമാനമാണ് അവരുപയോഗിക്കുന്നത്. ഈ എയർ വാർണിംഗ് കൺട്രോൾ സിസ്റ്റം വിമാനം നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലും അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ്. ഡിസ്ട്രസ്സിങ് അത് ലോകത്തിൽ തന്നെ പലരും നമ്മുടെ സർവീസസ് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാറുണ്ട്. നമ്മുടെ പൈലറ്റുമാർ പോയി റിക്കണൈസൻസോ അതല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്ട്രസ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. ആ രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വിമാനത്തിൻ്റെ കാര്യം വളരെ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പറയാതെ നമുക്കൊന്നും ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുമല്ലോ. അപകടം എന്തുകൊണ്ടാണ്, സാങ്കേതിക തകരാറാണോ അട്ടിമറിയാണോ എന്നുള്ളത്. പിന്നെ അട്ടിമറിക്കുള്ള സാധ്യത കുറവാണ്. കാരണം താമ്പരം ഇത് ആസാമിലെ എയർബേസിലൊക്കെ ഹൈ സെക്യൂരിറ്റി ഉള്ളതാണ്. അവിടെ ആർക്കും സാധാരണ സിവിലിയൻസിനൊന്നും അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അവിടെ നിന്നാണ് ഈ വിമാനം പറന്ന് പൊങ്ങിയത്. എന്തും നടക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാമല്ലോ വേണമെങ്കിൽ ഇപ്പം തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.